തളർന്ന മനസ്സോടെ അനന്യയും അശ്വിനും ആ ഡയറി തുറന്നു വായിക്കാൻ തുടങ്ങി. ഓരോ പേജും വനത്തിൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച ഭീകരമായ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു. അവളുടെ അച്ഛൻ ഈ വനത്തിലെ പുരാതനവും വിനാശകരവുമായ കറുത്ത ശക്തികളെക്കുറിച്ച് വർഷങ്ങളോളം പഠിച്ചിരുന്നു എന്ന് അതിലെ എഴുത്തുകൾ വെളിപ്പെടുത്തി. ആ ശക്തികൾ ക്രമേണ ഒരു ഭീകരമായ കറുത്ത ലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഈ ലോകത്തെ നശിപ്പിക്കാനുള്ള ഏക മാർഗം മോതിരം സ്വന്തമാക്കിയ ധീരയായ ഒരു പെൺകുട്ടി ആ കറുത്ത ലോകത്തിലെത്തി സ്വയം ബലിയർപ്പിക്കുകയാണെന്നും അദ്ദേഹം വിറയ്ക്കുന്ന കൈകളോടെ എഴുതിയിരുന്നു. ആ ഭീകരമായ വാക്കുകൾ അനന്യയുടെ ഹൃദയത്തെ തളർത്തി. മോതിരത്തിൻ്റെ ശക്തി ഇപ്പോൾ പൂർണ്ണമല്ലാത്തതുകൊണ്ട് അവളുടെ ബലി വിജയിക്കുമോ എന്ന് അവൾ ഭയന്നു. അവളുടെ അച്ഛനെ ആ നിഴൽ രൂപങ്ങൾ എവിടെയാണ് തടവിലാക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഡയറിയിൽ വ്യക്തമായ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവളുടെ പ്രതീക്ഷകളെ കൂടുതൽ ഇരുണ്ടതാക്കി. അനന്യയുടെ ദൗത്യം ഇപ്പോൾ കൂടുതൽ ഭയാനകവും അവളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ സങ്കീർണവുമായി മാറി. അവൾ അശ്വിനെ രക്ഷിച്ചു, പക്ഷേ അവളുടെ പ്രിയപ്പെട്ട അച്ഛനെ കണ്ടെത്തണം. അതിലുപരിയായി ആ വനത്തെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന കറുത്ത ലോകത്തെക്കുറിച്ചുള്ള ഭീകരമായ രഹസ്യത്തെയും അവൾ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അവളുടെ യാത്ര ഇനി എങ്ങോട്ടായിരിക്കും അവളെ കൊണ്ടുപോകുന്നത്? അവൾക്ക് ആ രഹസ്യം കണ്ടെത്താനും അശ്വിനെയും അവളുടെ അച്ഛനെയും രക്ഷിക്കാനും ആ ഭീകരമായ കറുത്ത ലോകത്തെ എന്നേക്കുമായി നശിപ്പിക്കാനും കഴിയുമോ? അവളുടെ ഹൃദയം ഭയത്താലും ദൃഢനിശ്ചയത്താലും ഒരേപോലെ നിറഞ്ഞു.